ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം. രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പാത്രം എടുത്ത് വെച്ചു. അതിൽ ഞാൻ മാവിട്ടു. എന്നിട്ട് വെള്ളം അപ്പുറത്ത് അടുപ്പിലോട്ട് വെച്ചേക്കുന്നു. ആ മാവിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് അത് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോഴത്തേക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് എടുത്ത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം മാവിലേക്ക് ഒഴിച്ച് നമുക്കത് ഇളക്കി എടുക്കാം. മാവിൻ്റെ എല്ലാ വശത്തും വെള്ളം ചെല്ലണം. ഇന്നിപ്പം ഇളക്കിയപ്പോൾ ശരിയായില്ല. കുറച്ചും കൂടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത്. വെള്ളം ഒഴിച്ചത് തികഞ്ഞില്ലായിരുന്നു. കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ഒഴിച്ച് വീണ്ടും ഇളക്കി യോജിപ്പിക്കുകയാണ്. ചൊവ്വിനെ ഇളക്കി കുഴച്ച് എടുക്കണം. ഇനി നമുക്ക് ആ സ്പൂണങ്ങ് മാറ്റിയിട്ട് മാവ് കൈകൊണ്ട് നല്ല വൃത്തിയായിട്ട് കുഴച്ച് എടുക്കാം. കൈകൊണ്ട് ചൊവ്വിനെ കുഴച്ച് എടുത്തു. അങ്ങനെ മാവ് കുഴച്ച് വന്നിട്ടുണ്ട്. ചൊവ്വിനെ മാവ് നല്ല വൃത്തിയായിട്ട് കുഴച്ച് നമ്മളെടുത്തു. നല്ലൊരു ഡോയായി മാറിയത്. നല്ല സോഫ്റ്റ് മാവായി. അപ്പോഴത്തേക്ക് ഞാൻ ആ മാവ് അങ്ങോട്ട് മാറ്റി വെച്ചു. കുഴച്ചത് അത് മാറ്റി വെച്ചിട്ട് ചായക്കുള്ള വെള്ളം വെച്ചു അപ്പുറത്തെ അടപ്പയിലോട്ട്. സ്വല്പം കടിഞ്ചായ ഇട്ടു. രാവിലെ നമ്മൾ ചായയൊന്നും കുടിച്ചില്ല. രാവിലെ എണീച്ചപ്പോഴേ മാവങ്ങ് കുഴച്ച് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഞാനത് കുഴച്ച് ചായ മാറ്റി വെച്ചിട്ട് ചായ ഇട്ടുകൊണ്ട് കൊടുത്തു. ചായ ഇട്ട് കൊടുത്തിട്ട് ദാണ്ടെ ബീഫ് കിട്ടിയിട്ടുണ്ട്. ബീഫ് നമുക്ക് കറി വെക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെ കറിക്കായിട്ടേ. അപ്പം ബീഫ് അരിഞ്ഞ് ഞുറുക്കി കൊണ്ടുവച്ചേക്കുക. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി തേങ്ങാക്കൊത്തും ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്നിട്ട് കുക്കർ അടപ്പേ വെച്ചു. കുക്കർ ചൂടായപ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത്. അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ഒഴിച്ചിട്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് തേങ്ങാക്കൊത്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് മൂപ്പിക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തു. അതും പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ച് കൊടുക്കും. അപ്പം ഇഞ്ചി അന്നേരം ഞാൻ ഉള്ളി അരിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് അരിഞ്ഞായിരുന്നു. അതാണിപ്പം പറക്കി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചിയും അതിനകത്തോട്ട്
അതൊന്ന് അതിൻ്റെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതിനകത്തോട്ട് സവാള ആ ഉള്ളിയും കൂടെ തട്ടി അതിനകത്തോട്ടിടാം. എന്നിട്ട് ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ചൊവ്വനെ വാടിക്കിട്ടും. എന്നിട്ട് ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ തക്കാളി കൂടി അരിഞ്ഞുമായിരുന്നു, അതും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ കിടന്ന് വാടി വരട്ടെ. ചൊവ്വന് നല്ല വൃത്തിയായിട്ട് വാടി വന്നിട്ടുണ്ട്. അതെല്ലാം ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം ചൊവ്വന് നല്ല വൃത്തിയായിട്ട് വാടി വന്നിട്ടുണ്ട്. കരിയാപ്പിലയും എല്ലാം. അതിനകത്തോട്ട് നമുക്കിനി പൊടികളിട്ട് കൊടുക്കാം. പൊടികൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നമുക്കതിനകത്തോട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് അപ്പോഴത്തേക്ക് ബീഫ് കഴുകിക്കൊണ്ട് വന്ന് പൊടിയുടെ പച്ചമണം ഒക്കെ മാറി വന്നപ്പോഴത്തേക്ക് നമുക്ക് ബീഫ് കഴുകിക്കൊണ്ട് വരാം. ബീഫ് കഴുകിക്കൊണ്ട് വന്ന് അത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, അരപ്പിനകത്തോട്ട്. എന്നിട്ട് ബീഫ് നമുക്ക് ചൊവ്വനെ ഇളക്കി യോജിപ്പിക്കാം. അരപ്പും ഉള്ളി എല്ലാം ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റിയപ്പം ചേർത്തായിരുന്നു. ബീഫിനും കൂടെ ആവശ്യമായ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി വെള്ളവും കൂടെ ഇറച്ചി വേവാൻ വേണ്ടിയിട്ട്, ബീഫ് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി അതിൻ്റെ കൂടെ ചേർക്കാം. ഇതിൽ കുറച്ച് കായം കൂടി, എൻ്റെ ഈ കട്ടക്കായമായിരുന്നു, അതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് നമ്മൾ അടച്ചു വെക്കുകയാണ്. എന്നിട്ട് ഇനി കുക്കർ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് കുഴച്ച് മാറ്റി വെച്ചിരുന്ന മാവെടുത്ത് നമുക്ക് പീച്ചിയെടുക്കാം. ഒന്നും കൂടെ ഒന്ന് കുഴച്ച് വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഉരുളകളാക്കി നമുക്ക് സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കാം.
അപ്പോഴത്തേക്ക് ഇഡ്ഡലിക്കൂട്ടത്തിൻ്റെ അടപ്പിനകത്ത് എണ്ണ തേച്ച് അതിനകത്ത് ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുക്കാം, തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇടിയപ്പം അതിനകത്തോട്ട് നമുക്ക് പീച്ചി കൊടുക്കാം, തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ട്. ഇടിയപ്പം നല്ല നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്, നല്ല സ്മൂത്തായിട്ട് വൃത്തിയായിട്ട് മാവ് നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്, സോഫ്റ്റാണ്. ഇനി അത് ബാക്കി ഞാൻ അടുപ്പിലോട്ട് വെക്കുകയാണ് കേട്ടോ. കാരണം ഗ്യാസിൽ ഇത് ഇരിക്കും, ബീഫ് വെച്ചേക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് അടുപ്പിനകത്തോട്ടാക്കി. അടുപ്പിലാക്കി. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇടിയപ്പം പുഴുങ്ങുന്നത് അടുപ്പിനകത്തോട്ടാക്കി. അടുപ്പിൽ അവിടെ ഇടിയപ്പം വെന്ത് കൊണ്ടുവന്നു ഇപ്പോൾ അടുപ്പിൽ നിന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീഫ് ഇവിടെ ഒരുവിധം വെന്തിട്ടുണ്ട് കേട്ടോ. കുക്കറൊക്കെ വിഷിലടിച്ചിട്ടേക്കുക. ഇടിയപ്പം വെന്ത് വന്നു. ഇറച്ചിക്കറി നമുക്ക് എന്തോ ആയെന്ന് നോക്കാം. അപ്പോഴത്തേക്ക് ഇറച്ചിക്കറിക്ക് ഇച്ചിരി ചാറ് കൂടുതലാണെന്ന് തോന്നുന്നു. ഇച്ചിരി ചാറ് കൂടുതലാണ് കേട്ടോ ഇറച്ചിക്കറിക്ക്. ഇത്രയും ചാറ് വേണ്ട. അപ്പം ഇനി അത് നമുക്ക് ചീനിച്ചട്ടിയിലോട്ട് ഒഴിച്ചിട്ടേ നമുക്ക് അടുപ്പിൽ വെക്കാം. അടുപ്പിലൊന്ന് വെച്ച് വറ്റിക്കാം. അങ്ങനെ ചീനിച്ചട്ടിയിലേക്ക് ഞാൻ കുക്കറിൽ നിന്ന് ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ച് അത് വറ്റിച്ചെടുത്ത്. ഇപ്പം ഇത്രയും ഉള്ളൂ ചാറ്, അത് മതി. അങ്ങനെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പവും ബീഫ് കറിയും ഇവിടെ റെഡിയായി കഴിഞ്ഞു.